ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമല്ലായിരുന്നു. ആ അത് ശരിയാ. എടാ പൊട്ട, ശരിയല്ല ശരിയാ. ഓ പിന്നെ ചെയ്യാത്തോണ്ടല്ലയോ അറിയാത്ത കാര്യം എന്നാ ഗോപൻ ചേട്ടൻ സ്കൂളിൽ വരത്തില്ലയോ? നമുക്കൊന്ന് പോയാലോ? നടക്കണം. അത് സാരമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അത് കൊള്ളാം. എന്നിട്ട് ട്യൂഷൻ കയറണ്ടേ ഇന്ന്? ഇന്ന് നമുക്ക് ട്യൂഷൻ പോകണ്ടറിയാ. ആ ശരിയാ, നമുക്കൊന്ന് തിരക്കി പോവാം. എന്നാ സെറി കളിയാ മാഹിനെ, നമുക്ക് നടക്കാം. ഒത്തിരി നേരം നടക്കണം. വയ്യ വയ്യെന്ന് പറഞ്ഞോണ്ടിരിക്കരുത്. ചേച്ചി കൊച്ചു ക്ഷീണിച്ച്. നിന്നോടൊക്കെ അന്നേരേ പറഞ്ഞ ഒത്തിരി നടക്കണം ഒത്തിരി നടക്കണം. ഇങ്ങോട്ട് വന്നിടാ. നിങ്ങള് നേരിട്ട് കാണുന്നില്ല. നിങ്ങള് വായി നോക്കി നിൽക്കുന്നു. നടക്കണ്ടേ? നേരിട്ട് നടക്കുന്നു കാണാൻ വയ്യാടാ. അവൻ കൊണ്ടിട്ട് എളുപ്പത്തെ കൊണ്ടിടാ. കൊണ്ടിട്ടിട്ട് ദാ വരുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിനി വരില്ല, അച്ഛന് വയ്യ. അച്ഛൻ പണി സൈറ്റിന്ന് വീണു. അച്ഛൻ ഇപ്പം കിടപ്പ. അച്ഛനൊരു വീൽ ചെയർ വാങ്ങണം. അതാ ഞാൻ പണിക്ക് വന്നേ. അയ്യോ കാണിച്ചു. അച്ഛന്റെ രണ്ടു കാര്യം തളർന്നു പോയി. വേറെ ആരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ ഞങ്ങള് വീട്ടിലോട്ട് വെട്ടോ. ഞാൻ കൺട്രാക്ടറോട് ചോദിച്ചിട്ട് വെട്ടോ. ശരിടാ ശരി. പറഞ്ഞില്ല, നമ്മള് സ്കൂളിലൊന്നും പറഞ്ഞില്ല. അതോ ഇതിനും പറഞ്ഞില്ല. മാമ എനിക്ക് വീട് വരെ പോണം. എന്റെ കൂട്ടുകാരി വന്നേക്കുന്നു. ആ എണ്ണ പണി കിട്ടാതെ മക്കള് പൊക്കു വന്ന. പയ്യൻ പോയാണോ? ആ പയ്യൻ പോയേടാ. എന്നാ അമ്മക്കും ഇനി നിർത്താം. കഷ്ടം, അവൻ വയറ്റിന്റെ വയ്യ നടക്കുന്നോണ്ടല്ലയോ പോയത്. അപ്പാ എന്റെ കൂട്ടുകാരി. കൂടെ പഠിക്കുന്നവരാണോ? ആന്നപ്പാ. കേറി വാ മക്കളെ. കേറി വാ. എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തവും പോയി. മാമന് ഞങ്ങളൊരു വീൽ ചെയർ വാങ്ങിച്ചേരാ. ചേട്ടനെ സ്കൂളിൽ വിടണം കേട്ടോ. ഞാൻ സൗമ്യ. ഇതെന്റെ ചേട്ടൻ ശിവകുമാർ. ഇത് ആവണി. ഇത് മാഹി. അമ്മ ഞങ്ങള് പോട്ടെ, പിന്നെ വരാം. പോയി. ആ ശരി. ശരി മാമ. ശരി. ഇതൊക്കെ
ഉണ്ട് മക്കളെ. ഏതാ 5-ന്റെ ആണോ 10-ന്റെ ആണോ? അത് 5-ന്റെ 5. സമയത്തിരി നമുക്ക് പോണ്ടേ? അമ്മയ്ക്ക് വിളിക്കും. വേഗം പോ. അയ്യോ ഉണ്ടല്ലേ അമ്മയാ. ഹലോ ആ അമ്മ, ഞങ്ങൾ ട്യൂഷനിൽ ഇറങ്ങി, ഇപ്പൊ എത്തും. അതാ വരുന്നമ്മ, അതാ വരുന്നു. ആര്? അവനെയോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അതാ വരുന്നമ്മ. ശരി. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ട്യൂഷന് കേരളന്ന് വീട്ടിൽ ചെന്നാലും പറഞ്ഞേക്കത്. ആ എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. ഞാനും പറയത്തില്ല. നീ മാമനോട് വലിയ വീരവാദല്ലേ? ഞാൻ പറഞ്ഞു നീയല്ലേ പറഞ്ഞു മാമന് വീഴ്ച മേടിച്ചു കൊടുക്കാൻ. മേടിച്ചു കൊടുക്കണം. നീ പൈസ ഉണ്ടോ? മാമിനെങ്ങനെ മേടിച്ചു കൊടുക്കും? ഞാൻ ഒരു കാര്യം ചേച്ചി കളിയാക്കൂ. അത് കേട്ടിട്ട് പറയാം. ഇല്ല ചേച്ചി, കളിയാക്കത്തില്ല. ചേച്ചി പറഞ്ഞു നമുക്ക് MLA മാമനോടൊന്ന് പറഞ്ഞാലോ? അറിയുന്നോ നിന്റെ ഒപ്പനോടി കാണണോ? കാണിക്കാം. ചേട്ടാ എന്തുകൊണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെ. ഇത്ര കാലം കണ്ടിട്ട്. ആ നമ്മളങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളായി. സാറിനെ കണ്ടോ കയറി? ആ കണ്ട് കണ്ട്. ആ ശരിയാവോ? ആ പറഞ്ഞ് അത് മിനിസ്റ്റർ ഓഫീസിൽ ഇതിലോട്ട് കൊടുത്തിട്ടേ അവിടെ ചെല്ലുമ്പോൾ അത് കണ്ടിട്ട് സാറ് മിനിസ്റ്ററെ കണ്ടോ നേരിട്ട് കണ്ട് പറയാം പറഞ്ഞിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞു. അല്ല, സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം സാർ ചെയ്യും. ഒത്തിരി നാളോട് നടക്കൂല ഇതിന്റെ പുറകെ നടന്ന് ഉപ്പാട് വന്നു. പിന്നെന്നാ കാര്യത്തിന് സാറ് വിചാരിച്ചാൽ നടക്കത്തുള്ളൂ. സാറാകുമ്പോൾ ആത്മാർത്ഥത ചെയ്തു കൊടുക്കും. സാറിന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് വൈകുന്നേരം? ആ പോകുന്നുണ്ട്. ആ ആ ആ നമ്പർ ഇവിടെ എവിടെ എവിടെ? എവിടെ എടുക്കുന്ന ആ MLA, പോലീസ്, മന്ത്രി, എന്തു ഇതൊക്കെ? അത്യാവശ്യം വരുമ്പോ വിളിക്കാനോ? പിന്നെ ഇതൊക്കെ ഇത്ര അത്യാവശ്യം രമേശ, ആ പ്രകാശ് പോയില്ലേ? ഇല്ല സാറേ പോയില്ല. സാരല്ല, നമുക്ക് ഇന്നത് ഏർപ്പാടാക്കാം. ഞാൻ തിരുവനന്തപുരത്ത് പോകും. അപ്പം മന്ത്രിയെ കണ്ട് വേണ്ടത് ചെയ്യും. ആ മതി നേരട്ടെ. ഓ ഒന്നുകൊണ്ട് പഠിക്കണം. ആ രമേശ വണ്ടിയുടെ സമയം പോയി. 98 46 56 51 58. വിളിക്കണം. വിളിക്ക്. ഹലോ MLA മാമ. ആര് രമേശ? ഏതോ കൊച്ചുങ്ങളാ? ഹലോ, പറഞ്ഞോളൂ. MLA മാമ, ഞങ്ങൾക്കൊരു വീൽ ചെയർ വേണം. അതിനെന്താ, തരാമല്ലോ. അല്ല, ഇത് ആരാ വിളിക്കുന്നത്? ശിവകുമാർ എന്നാ. ശിവകുമാർ എവിടുന്നാ വിളിക്കുന്നേ? മാമ, ഞങ്ങള് പരുത്തിക്കരയെന്നാ. മാമ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഓക്കെ മോനെ. ആർക്ക് വേണ്ടിയാ വിളിച്ചത്? മോന് വേണ്ടിയാണോ? അല്ല മാമ, അത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഗോപന്റെ അച്ഛന് വേണ്ടിയാ. ആ അച്ഛനെന്ത് പറ്റി? വീണതാ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്. ഇപ്പൊ നടക്കാൻ വയ്യ. അതുകൊണ്ട് അവനിപ്പോ സ്കൂളിൽ വരുന്നില്ല, ജോലിക്ക് പോവാ. MLA മാമ, ചേട്ടൻ പണിക്ക് വന്ന് വീൽ ചെയർ വാങ്ങിക്കാനാ. അല്ല, അതാരാ ഒരു കുഞ്ഞു ശബ്ദം? പെങ്ങളാ, അവളെ എനിക്ക് നമ്പർ തന്നെ. ആഹാ, കൊള്ളാമല്ലോ. ഇന്ന് തന്നെ ഞാൻ ഒരാളിനെ വിടാം. ആളിന് വഴി പറഞ്ഞു കൊടുത്താൽ മതി. മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നമുക്ക് എന്താന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ശരിയാ മാ. എന്നാ ശരി, ഓക്കെ. എന്തെറിഞ്ഞ
ആ വരാന്ന് പറഞ്ഞു. ഹലോ ഹലോ സാർ, പറഞ്ഞോളൂ. മൂന്നേട്ടാ, നമുക്കൊരു കുടുംബത്തെ ഒന്ന് സഹായിക്കണം. അതിനെന്താ സാർ, പറഞ്ഞോളൂ. പരുത്തിക്കരയില്ല, ഞാനൊരു കുട്ടിയുടെ നമ്പർ വാട്സപ്പ് ചെയ്യാം. മൂന്നേട്ടൻ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ഒന്ന് പോകണം. അവർക്ക് ചില്ലറ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാൻ കഴിയും. പോകാം സാർ, ഇപ്പോൾ തന്നെ പോകാം സാർ. എന്നാ ശരി. രമേശാ, വണ്ടി എടു. എന്താ വരാത്ത? ഇനി വരത്തില്ലയോ? വരും, ഞാനാ വിളിച്ച വരും, ഉറപ്പായിട്ടും വരും. നമ്മള് രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുവല്ലേ. എന്റെ കാര്യം കഴിക്കും. ഇതുകൊണ്ട് ആ വരുന്നത്, ഇതോടെ MLA ഇതോടെ വരുന്നത്. ആരാ? ശിവകുമാർ. ഇതെന്റെ പെങ്ങള്. എന്താ പേര്? ആ ശരി മോനെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മോനെ, അച്ഛനെ ഇവിടെ കിടക്കും. അകത്താ. അപ്പ MLA മാമൻ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് എന്നായിരുന്നു സംഭവം? മെമ്പറും ഹെൽത്തുകാരും ഒന്നും വന്നില്ലേ? കണക്കാ, മെമ്പർ ചേർത്തവരൊക്കെ കണക്കാ. അവരൊക്കെ വന്നില്ലേ അവർക്ക് വലിച്ചു പോകും. ഞാനൊരു നിമിത്തം മാത്രമാണ്. ഈ കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിവിടെ എത്താൻ കാരണം. ഞാൻ ഇന്നലെ വന്ന് കണ്ടായിരുന്നു. അതെനിക്കറിഞ്ഞൂടെ. ആ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് മൂന്തേട്ടൻ ഒരു ചാരിറ്റി വർക്ക് നടത്തുകയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മൂന്തേട്ടനെ വിളിച്ചാണ് ഏർപ്പാടാക്കുന്നത്. അതുകൊണ്ട് മൂന്തേട്ടൻ ഈ കാര്യത്തിൽ വളരെ സഹായം നമുക്ക് കിട്ടും. മൂന്തേട്ടൻ ഇപ്പൊ നമ്മള് അത്യാവശ്യം എന്നുള്ള രീതിയിലൊരു വീൽ ചെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ മൂന്നേട്ടൻ നോക്കിക്കൊള്ളു. നാളെ മുതലുള്ള മറ്റു കാര്യങ്ങളെല്ലാം മൂന്നേട്ടൻ നോക്കും. മോനെ നാളെ മുതൽ സ്കൂളിൽ വെക്കണം. തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം. താങ്ക് യു. താങ്കളാ സൂര്യായിലേക്ക് ഇപ്പൊ സമാധാനമായല്ലോ. ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും മൂന്നിട്ട് നോക്കിക്കോളൂ. മോനെ, ഒന്നിൽ എന്നെ വിളിക്കണം, അല്ലെ മൂന്നിട്ടെ വിളിക്കണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടോ. അച്ഛനെ ഞങ്ങൾ പഴയതുപോലെ നടത്തും. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ട്. ശരി എന്നാ ഇറങ്ങോ. ആയിക്കോട്ടെ. അപ്പഴേ സന്തോഷമായില്ലേ? അപ്പഴേ ഞാൻ മുറ്റത്തോട്ട് കൊണ്ടോട്ടോ. എത്ര നാളായി മുറ്റത്തൊക്കെ പോയിട്ട്.